ഇല്ലായിരുന്നോ? റെഡി റെഡി നോക്കില്ല ഇനി. റെഡി ഒന്നും ഇല്ലല്ലോ. പിന്നെ ടർഫൊക്കെ സ്റ്റാർട്ടായി. റെഡി ഒന്നും ഇല്ല, മനസ്സിലായില്ലേ? 11:15 തുടങ്ങുന്ന പറഞ്ഞാൽ 11:15 തുടങ്ങി. അവർക്ക് മറ്റേ റോക്സ്റ്റാർ ഇഷ്യൂ വന്നതുകൊണ്ട് 2 പേർക്ക് അത്യാവശ്യം സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട്. 15:05 ശരിക്കും നമ്മൾ തുടങ്ങേണ്ടിയിരുന്നത്. സുബ്രു ടി വി എത്ര പേരുണ്ട്? ടി വി UK 13 പേരുണ്ടേ. ഒരാളോട് ഇറങ്ങാൻ പറയണേ, ആരാന്ന് വെച്ചാ. ടി വിയെ കില്ലുവ ഡെസ്ട്രോ കേറുന്നതേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. കേറുന്നതേ ഉള്ളൂ. കില്ലുവ ജപ്പാനും ഡെസ്ട്രോയും കേറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് സ്പെക്ടേറ്റ് ചെയ്ത് എനിക്ക് എന്നെ വള്ളിയായാലും എങ്ങനെ ഇറങ്ങുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞു. ഞാൻ വേറെ ആളെ സ്പെക്ടേറ്റ് ചെയ്യാം. ഓക്കെ സ്പെക്ടേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ടർഫ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ 11:15 ഷാർപ്പ് ടർഫ് തുടങ്ങിയിട്ടുണ്ട്. UK 12 പേര് വന്നിട്ടുണ്ട്. നമ്മൾ TVയുടെ അങ്ങോട്ട് പോകുന്നില്ല കറന്റ്. UKയോട് ഇവിടുന്ന് അവർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ UK പ്ലേയേഴ്സ് എല്ലാവരും ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവർ സ്റ്റാർട്ട് ആയിട്ട് 2 വണ്ടിയുണ്ട് ടർഫിൽ. അവർ കേറട്ടെ ടൂഗിൾ ബ്ലിപ്സ്. ഓക്കെ ബ്ലിപ്സുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഓഫ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓൺലൈൻ കൂടെ ഞാൻ ക്രാഷ് ആയി കേട്ടോ. എന്താ താങ്ക എക്സ്പ്ലോയിറ്റ് ഡിറ്റക്റ്റഡോ? എക്സ്പ്ലോയിറ്റ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് കിഡ്നിയാണ് ബ്രോ. എന്തോ ചെയ്തേ നിങ്ങള്? ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ബ്ലിപ്പ് ഓൺ ആക്കിയതേ ഉള്ളു. സ്പാം ചെയ്താണ്. ഇല്ല കർമാതോ. ഞാന് ചെറിയൊരു ഹാക്ക് ഇട്ടായിരുന്നു. മനസ്സിലായി? നിങ്ങളത് മനസ്സിലാക്കണം. നമ്മള് ഡെവലപ്പേഴ്സ് ആകുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായി? അപ്പൊ അതിന്റെ പേരിൽ നമ്മള് ഒരു ഹാക്ക് ഇട്ടതാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. വന്നിട്ട് വേറെ തോന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ബ്രോ വാസ്തർ നാളെ ഇത് കണ്ടന്റ് ആയിട്ട് പലയിടത്തും പോവേ. വയ്യേ അങ്ങനെ പോയി വിശ്വസിച്ച അവൻ പണ്ടെടുത്തല്ല ഞാനെന്ത് പറയാനാണ് ബ്രോ. സർവർ അഡ്മിൻ ആക്കിട്ടേണ്ട ആവശ്യം എനിക്ക് പറ്റാതിരിക്കും. അത് ടർഫ് സ്പെക്ക് ചെയ്ത ഞാൻ കളിക്കുക പോലും അല്ല. നോക്കിയെന്ന് സുബ്രുവിനെ കെട്ടി നിങ്ങളെ കണ്ടുപിടിച്ച കളഞ്ഞല്ല സുബ്രുവിനെ. കർമായിസെ ബൂമറാകുന്നു. എടാ ടർഫ് സമയത്തിന് തുടങ്ങിയതാണോ കർമായിസെ ബൂമറാകുന്ന നീയൊക്കെ പറയുന്നേ? ഓർഡർ വാൾ ഓഫ് ചെയ്യുമെന്ന്. എടാ സുബ്രുന്ന് ടൈപ്പിന്റെ ബ്രാക്ക് എന്താ ചിലപ്പായിരിക്കും. അവിടെ ഫിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റേഡിയോ വർക്ക് ചെയ്യുന്നില്ലേ? മാർക്ക് ചെയ്ത് തരാം. റേഡിയോ ഒന്നും വർക്ക് ആകത്തില്ല. സൗണ്ട് ഒന്നും കേൾക്കൂല. സൗണ്ട് ഇല്ല പക്ഷെ മാർക്ക് ചെയ്യാൻ പറ്റും. ആണോ? കേറട്ടെ കേറി. അത് തുടക്കമല്ലേ, സമയൊക്കെ ഇതെന്തായിരുന്നു? ഏടൂട്ടി ഈ മാങ്ങാണ്ടി അടിച്ചതാണ് എന്നെ അടുത്ത് കിണ്ടിയെ. ക്ലിപ്സ് ആർ എനേബിൾഡ് ഡിസേബിൾഡ് ക്ലിപ്സ്. ഈ പ്ലെയർ ക്ലിപ്സ് എന്താ വരാത്ത എനിക്ക്? വന്ന് ഓക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മുടെ UK പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നേ ഉള്ളല്ലോ. ഫിറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞിട്ട് UKയുടെ വണ്ടി ഇവിടെ നിൽക്കുന്നേ ഉള്ളല്ലോ ബ്രോ. ഓക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UKയുടെ വണ്ടിയും പ്ലേയേഴ്സും ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അവര് ഇനിയും റെഡി ആയിട്ടില്ല. അതേപോലെ തന്നെ TVയുടെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ TVയുടെ എല്ലാ പ്ലേയേഴ്സും ഡെസ്ട്രോ ഇനിയും കണക്ട് ആയിട്ടില്ല. അല്ല ഡെസ്ട്രോ ഇനിയും കണക്ട് ആവാറുണ്ട്. ബ്ലാക്ക് സ്ക്രീൻ ആണോ? സൂപ്പർ. TV ഇപ്പോൾ കറന്റ്ലി കളിക്കുന്നത്. ഓക്കെ നന്നായി. ഞാൻ പോകാൻ പാടില്ലായിരുന്നു, രക്ഷപ്പെട്ട്. UKയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെയാണ്. ഇവിടെ വേറെ എവിടെ നിന്ന് പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോടെ? ഇല്ലല്ലോ. UKയുടെ ഒരു പ്ലെയർ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടിയൊന്നും ഇല്ല, പാവം അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ UKയുടെ വേറെ 2 പ്ലേയേഴ്സ് വണ്ടിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കറന്റ്ലി ഇതാണ് അവസ്ഥ. UKയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും ഇവിടെ ഗരാജിന്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഇവർ അറ്റാക്കിങ് ക്ലിക്ക് ചെയ്ത് പോയോ കേട്ടോ. ഇവിടുന്ന് മീനൂട്ടി എടാ ഇവർ കളിക്കാത്തവരെ കിക്ക് ചെയ്തകളാടാ. നോക്കട്ടെ ആരൊക്കെ കളിക്കാത്ത. . 1 മിനിറ്റ് കളിക്കുന്നില്ല. ഈ വണ്ടി വെറുതെ ഇട്ടേക്കാണ് ഇവിടെ. 1 മിനിറ്റ് കളിക്കുന്നില്ല. 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 1 മിനിറ്റ് കളിക്കുന്നില്ല
UK വെയിറ്റ് UK എത്ര പേരുണ്ടോ നോക്ക് എന്നിട്ട് കിക്ക് UK മീനിട്ടേക്കല്ല അതൊട്ട് കയറിയിരുന്നേ UK 13 പേരുണ്ടേ ഒരാളെ കൂടെ കിക്ക് ചെയ്തേക്കണേ എന്നോട് ചോദിച്ചോട്ടെ കളിക്കുന്നുണ്ടോ ചോദിച്ചോട്ടെ. ഹലോ അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഇറങ്ങിയല്ലോ എക്സിറ്റ് ആയല്ലോ എക്സിറ്റിങ് ജോട്ടാദോർ എക്സിറ്റ് ആയിട്ടുണ്ട് ജോട്ടാദോർ ഒരാളും കൂടി ഉണ്ടാവൻ ഇതാരാ 13 പേരുണ്ട് ഞാൻ ഇറങ്ങി പറ പറയാൻ പറ്റത്തില്ല. ഹലോ 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 ഡിസ്കോഡിൽ പോ ഞാൻ പോയി നോക്കിയാ എന്നിട്ട് കളിക്കാത്ത ആരാന്ന് നോക്കിയിട്ട് കിക്ക് ചെയ്തുകളാ. ഓക്കെ ടിവിയുടെ നോക്കുവാണെങ്കിൽ അവരും 13 പേര് അല്ല ഞാനുണ്ടല്ലോ ശരിയാ മറന്നുപോയി. ഓക്കെ അപ്പോൾ കറന്റ് സിനാരിയോ ഇതാണ്. TBA 13 പ്ലേയേഴ്സ് UK 13 പ്ലേയേഴ്സ് 2 പേര് ഇപ്പോൾ ഒന്നും ഞാനാണ് തെറ്റിദ്ധരിക്കേണ്ട TVയുടെ ഡൈനാമിക്. ചേംബർ ഹിൽസ് ഷോ ടഫ് UI. ഓക്കെ UI വന്നിട്ടുണ്ട്. കറന്റ് TVയുടെ 8 പ്ലേയേഴ്സ് സോണിൻ്റെ അകത്തുണ്ട്. ഇവിടെ TVയുടെ മോബി വണ്ടി എടുത്ത് പിറ്റ് ചെയ്യുന്നുണ്ട്. TVയുടെ അതേപോലെ തന്നെ സ്നൈപ്പ് വണ്ടികളുണ്ട്. UKയുടെ ക്ലിയർ ചെയ്തോടാ. ക്ലിയർ ആരായിരുന്നു വില്ല് അത് ലാസ്റ്റ് ഇയർ ഇവിടെ ഈ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ ഷാങ്സ്. ഓക്കെ ഇത് സോണ് ടൈം എന്താ സോണ് ഞാൻ എനേബിൾ ചെയ്തില്ലല്ലേ. ഞാൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് ഇതല്ലേ എൻ്റെ തന്നെ ID കൊടുത്താൽ പോരെ. എൻ്റെ പേരെന്തായിരുന്നു? ഫിക്സ് സോൺ അല്ല സോൺ കാണുന്നില്ലേ? ഇല്ല എനിക്ക് കാണത്തില്ല ഞാൻ കത്തിപ്പോയായിരുന്നല്ലോ. ഫിക്സ് സോൺ സ്പേസ് ID. ഓക്കെ എന്താ എനിക്ക് മിന്നിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് മൊത്തത്തിലൊരു മിന്നല് എനിക്കൊരു മൊത്തത്തിലൊരു മിന്നലുണ്ടല്ലോ. ആണോ? യെസ് ഫിക്സ് ആയി. ഓക്കെ അപ്പോൾ നമുക്ക് സോണ് ഫിക്സ് ആയിട്ടുണ്ട്. ഇതാണ് കറൻ്റ്ലി 33 മിനിറ്റാണ് ബാക്കിയുള്ളത്. നമ്മൾ അതുപോലെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ TVയുടെ വണ്ടികൾ ഇവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UKയുടെ 3 പേർ ഇറങ്ങുന്നൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ നല്ലൊരു സ്പ്രേ നല്ലൊരു ടയർ പഞ്ചർ UK കിട്ടിയിട്ടുണ്ട്. എല്ലാ ടർഫിൻ്റെ അടുത്ത് ഒരു റിപ്പയർ സ്റ്റേഷൻ വെക്കണം അല്ലേ? അത് മാത്രമാണ് ഒരു ലാക്കിംഗ് ആയിട്ട് തോന്നുന്നത് എനിക്ക്. നമുക്ക് സെറ്റാക്കാം. അത് പോയതാണ്. ചേംബറിൻ്റെയും ഡേവിസിൻ്റെയും ഇടയ്ക്ക് ഒരെണ്ണം കൊണ്ട് വെച്ചാൽ മതി. അത് റാഞ്ചോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. റാഞ്ചോയ്ക്ക് സിപ്രസിനും വേണമെങ്കിൽ വേറെണ്ണം കൂടെ വെച്ച് കൊടുക്കാം അല്ലേ? ഓക്കെ ഇവിടെ പിറ്റാണ് ബോബിയുടെ വണ്ടി. ഓ സ്നൈപ്പ് വന്ന് നല്ലൊരു കവർ. ഓക്കെ പിറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KVA വേഴ്സസ് UK. കിൽഫീഡ് ഒക്കെ എങ്ങനെ ഓണാക്കുന്നത്? സ്കില്ല് നോട്ടിഫിക്കേഷൻ ആണോ? കിൽ നോട്ടിഫൈ അല്ലേ? കിൽ നോട്ടിഫൈ ആണോ? ഇതൊക്കെ കിൽഫീഡ് വരുമല്ലോ. ഒന്നും ചെയ്യണ്ടല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് കിൽഫീഡ് വരും ഗൈസ്. നമ്മളൊന്നും ചെയ്യണ്ട. ഇതിപ്പോ 13 പേര് കേറുന്നുണ്ട്. TV ഡെസ്ട്രോ അടക്കം ഞാനുണ്ടാ അല്ല അപ്പാപ്പനെ കൂട്ടാതെ പറഞ്ഞത് ടെസ്റ്റർ കയറുകയാണെങ്കിൽ ഇതിൽ ഈ മാച്ച് കളിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഓൾറെഡി 12 പേര് കയറിയില്ലേ TVയുടെ? 1 2 3 4 5 12 പേരുണ്ട്. ഇവരെല്ലാരും ടർഫിലുണ്ടോ നോക്കി. നീലൻ വില്ലു എല്ലാരും ഉണ്ട്. എല്ലാരും കളിക്കുന്നത്. അപ്പൊ ടെസ്റ്റോട് കയറുവാണെങ്കിൽ പറഞ്ഞാൽ മതി. എക്സിറ്റ് അടിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. സ്നൈപ്പ് മോബി TVA നീലൻ ആൻഡ് വില്ലു ആണ് ആ ഒരു ഏരിയയിൽ വണ്ടി ഓടിച്ച് കളിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ കമ്മിറ്റ്മെന്റ് ഇത് റിക്കോ UK ഇവിടെ വീണ്ടും വണ്ടി റിപ്പയർ ചെയ്യുന്നു, അടിവാകുന്നു, തിരിച്ചു പോകുന്നു, വണ്ടി റിപ്പയർ ചെയ്യുന്നു, അടിവാകുന്നു, തിരിച്ചു പോകുന്നു. സ്നൈപ്പ് വണ്ടി റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UKയുടെ വക ഒരു കമ്മിറ്റഡ് പുഷാണ് നമ്മൾ കാണാൻ പോകുന്നത്. UK ബീസ്റ്റി സോണിലോട്ട് എൻട്രി അടിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. UK ബ്രൂസ്, UK നോവ. ഓക്കെ UK BC വണ്ടി എൻട്രി എടുത്ത് ടയർ പഞ്ചറായി. നല്ലൊരു സ്പ്രേ ടാഗ്
കിട്ടിയെങ്കിലും സോണിന്റെ അകത്തോട്ട് കയറേണ്ട സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിലോട്ടാണ് ഷിഫ്റ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലോട്ട് മൊത്തത്തിൽ ഷിഫ്റ്റ് ആയിരിക്കുകയാണ് സോൺ. സോൺ ഒന്ന് വന്നിട്ട് ഡ്രാഗ് ആക്കാൻ പോകുന്നു. BCS ഇട്ട് അത് ഞാൻ നോക്കിക്കോളാം. സോൺ വേണം. വില്ലൂര് കൊടുത്തായിരുന്നോ സോണ്? കൊടുത്തു തെറ്റല്ലേ? നീലിന് കൊടുത്തായിരുന്നോ സോൺ അവർക്കൊക്കെ? ഓ ടീമിന്റെ ഒരു വണ്ടി, സ്നൈപ്പിന്റെ വണ്ടി പെട്ടുപോയി. കിടിലാണ് സ്പ്രേ. ബട്ട് അവർക്ക് അവിടെ പിക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് സ്നൈപ്പിന്റെ 4 ടയറും അവർക്ക് കിട്ടിയിട്ടുണ്ട്. സ്നൈപ്പ് ഹീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഇവിടെ ദൈവമാണോ ദൈവമേ. ഓക്കെ, യുകെയുടെ വണ്ടി വീണ്ടും ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. യുകെയുടെ ഓക്കെ ടിവിയുടെ വേറൊരു വണ്ടി ഈ ഒരു ആംഗിളിൽ പോകുന്നുണ്ട്. മോബി യുകെ മറ്റേ ടെറഫിന്ന് കസ്റ്റം വെഹിക്കിൾസ് റിമൂവ് ചെയ്തു. ഗ്യാങ്ങിന്റെ കസ്റ്റം വെഹിക്കിൾസ് ഒക്കെ കിടക്കുന്നുണ്ട് ഇതില്. ഉണ്ടോ? അത് ടർഫ് സെർവറില്ല. ആ നമുക്ക് റിമൂവ്. ഓക്കെ, സോണെന്ന് ID മക്കാബോസോ അവൻ കത്തി കയറിയതാണോ ഇപ്പൊ സ്വാപ്പ് ചെയ്തതാണോ യുകെയുടെ? കത്തി കയറിയതായിരിക്കും. ആണോ? സോൺ കൊടുക്കവന്. ഓ വില്ലു, നീലൻ ആൻഡ് സ്നൈപ്പ്. ഇവിടുന്ന് നല്ലൊരു സ്പ്രേ യുകെക്ക്. യുകെയുടെ വണ്ടികൾക്ക് നല്ലൊരു സ്പ്രേ കിട്ടി. അവർ ആ ഒരു ആംഗിളിൽ നിന്നും പോയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോബിയുടെ വണ്ടി അവർക്ക് ലോക്കാക്കാൻ സാധിച്ചാൽ മോബിനെ അവർക്ക് സ്പ്രേ ഫയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ മോബി വണ്ടി എടുത്ത് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സി ബിൽഡിംഗ് ഓപ്പൺ ആണ്. അതേപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് ഈ ഒരു ഏരിയയിലേക്കാണ് സോൺ വന്നിരിക്കുന്നത്. ടിവിയുടെ പ്ലേയേഴ്സ് എല്ലാവരും ഇവിടെയാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. മെസ്ബോയ്, ഗോക്കു, സാവേജ്, ജുഗ്രു, ആസ്രിയൽ, സ്റ്റീവ് അസ്രിയൽ, ജൂഡ്, കില്ലുവ ജപ്പാൻ, മന്ദാരം ആൻഡ് ഏബൽ ജോസഫ്. ഇത്രയും പേരാണ് ഈ ഒരു ഏരിയയിലുള്ളത്. വില്ലു ആ ഒരു വണ്ടി വെച്ച് നീലൻ ആൻഡ് വില്ലുവിൻ്റെ വണ്ടി അവരെ പിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് സോൺ ഔട്ടിലോട്ട്. അവരെ സോണിൽ കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. യുകെയുടെ വണ്ടി സപ്പോർട്ട് വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അവരെ തമ്മിൽ പിറ്റ് വെച്ചിട്ടുണ്ട്. നീലിൻ്റെ വണ്ടി അവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മോബി ഈ ഒരു ഏരിയയിൽ സ്നൈപ്പ് ഈ ഒരു ഏരിയ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. മോബി ആൻഡ് ഈ ഒരു ഏരിയ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറന്റ് സോൺ ഇവിടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 20 FPS മോബി എന്നോ? ഓക്കെ, സ്നൈപ്പ് എന്തോ മറ്റേ ഡൈനാമിക് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഷോ UA ഈസ്റ്റ് ഫൈവില് ഷോ UA എന്ന് അടിച്ചാൽ മതി. അല്ലെങ്കിൽ സോണിൽ കയറിയാലും UA എനേബിൾ ആകുന്നുള്ളൂ. ഓക്കെ, നീലന്റെ വണ്ടി ഈ ഒരു ഏരിയയിൽ പോയിട്ടുണ്ട്. യുകെയുടെ വണ്ടി ഇവിടുന്ന് ഫോൾ ബാക്ക് ആണ്. എനിക്കൊന്ന് മോസ്റ്റ്ലി റിപ്പയർ റിപ്പയർ സ്റ്റേഷനിലോട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം അവരുടെ ടയറുകളെല്ലാം അവർക്ക് നഷ്ടമായിരുന്നു. അവർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറണ്ട് സിനാരിയോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. റിപ്പയറിന് നമ്മൾ കോസ്റ്റ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? കറന്റ് 12v12 ആണ്. രസോടെ പറഞ്ഞായിരുന്നല്ലോ ഇറങ്ങാൻ. യെസ്, കറന്റ് 12v12 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UK വേഴ്സസ് TVA. ഡിഫെൻഡിങ് TVA, അറ്റാക്കിംഗ് UK. ഫസ്റ്റ് സോൺ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് സോണുകളാണ്. ഓ യുകെയുടെ ഒരു വണ്ടി അവർ ഇടിച്ച് അകത്ത് കൊണ്ടുപോയിട്ടുണ്ട്. മോബി അവിടെ ലോക്കിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ മാത്രമേ വണ്ടിക്കകത്തുള്ളൂ. സോ അത് വലിയൊരു ഇതല്ല, 1v1 ആണ്. ഓക്കെ, യുകെയുടെ ഈ ഒരു വണ്ടി സപ്പോർട്ടിന് പോകുന്നുണ്ട്. 3 പേർ അടങ്ങുന്നത്. പക്ഷേ അതും കൂടെ ലോക്കാകുമെന്ന് തോന്നുന്നു. ഓക്കെ, ഒരാളുള്ള വണ്ടിയുടെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് 6 പേരാണ് അവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, അവരുടെ യുകെയുടെ എല്ലാ വണ്ടികളും ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. മോബിനെ അവിടെ ലോക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു. പക്ഷേ പ്ലെയർ കൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അത് മണ്ടത്തരമാണ്, കാര്യമില്ല. അതുകൊണ്ട് സ്നൈപ്പിന്റെ വണ്ടി മാത്രം ഈ ഒരു പിറ്റിംഗ് ഫൈറ്റിൽ കറന്റ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. മോബി അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോകുവാണെന്ന് തോന്നുന്നു, റിവേഴ്സ് എടുത്തിട്ട്. ഓക്കെ, ബീസ്റ്റ് ആ വണ്ടി ഉപേക്ഷിച്ചു. ബീസ്റ്റ് ആ വണ്ടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ വണ്ടി ഉപേക്ഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്.
ഇല്ല തിരിച്ചു പോയി വണ്ടി എടുക്കുന്നുണ്ടോ? ഓക്കെ, എടുക്കട്ടെ. നല്ലൊരു ലോക്കിംഗ് ഫ്രം TVA. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK എല്ലാ പ്ലേസും കറന്റ് അല്ലേവാണ്. ഒരു ഇനിഷ്യൽ ഫസ്റ്റ് സോൺ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു അഗ്രസീവ് പുഷ് UK സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ ഒരു സോണിൽ അവർ ക്യാപിറ്റലൈസ് ചെയ്യുമോ ചെയ്യില്ലേ? ആ വണ്ടി അവർ വേണ്ട, അവർ വിട്ടു, ആ വണ്ടി അവർ ഉപേക്ഷിച്ചു. അപ്പോൾ UK 4 വണ്ടിയായി കുറഞ്ഞിരിക്കുകയാണ് കറന്റ് സിനാരിയോയിൽ. UK ബ്രൂസ്, UK നോവ. TVA വില്ലുവിൻ്റെ വണ്ടി ചേസ് ചെയ്ത് പോവാണ്. UK ന്യൂസ് ആൻഡ് ബ്രോവ അല്ല, അവർ വേറൊരു ഓഫ് ആംഗിൾ എടുക്കാനുള്ളൊരു സോണാണ് ട്രൈങ് ആണെന്ന് തോന്നുന്നു. ബട്ട് സോണ് ആ ഏരിയകളിലൊന്നും ഇല്ല. സോണുള്ള ഏരിയയിലോട്ട് UK വണ്ടികളൊന്നും വന്നിട്ടുമില്ല. കറൻ്റ്ലി TVയുടെ സോൺ ഇൻഫ്ലുവൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അവരുടെ എത്ര ഏരിയയിൽ അവർ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് ഏരിയയിലേ ഉള്ളൂ. ബാക്കിയുള്ള ഏരിയകൾ UK എടുക്കാവുന്നതേ ഉള്ളൂ. ബട്ട് അവരതൊന്നും ട്രൈ ചെയ്തില്ല. അവരിപ്പോഴും സോൺ ഔട്ടിൽ പിറ്റ് ചെയ്ത് കളിച്ച് റോക്കറ്റ് ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നീ എന്നെ പിറ്റ് ചെയ്തല്ലേ, എങ്കിൽ നിനക്കിരിക്കട്ടെ എൻ്റെ വകയൊന്നും. ഓക്കെ, അവർ തമ്മിൽ ഇടിച്ച് കളിക്കുക. ഇതെങ്ങോട്ട് ഇപ്പൊക്കൊണ്ടിരിക്കുന്ന കളി എനിക്ക് മനസ്സിലാകുന്നില്ല. വൈ ഇൻഫ്ലുവൻസ് കയറുന്നില്ല? കാരണം UK ആരും സോണിലില്ല, അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് കയറാത്തത്. അതായത് ഇതിൽ ഇപ്പം കറൻ്റ് TV ആണ് ഇൻഫ്ലുവൻസ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, TVയുടെ 9 പ്ലേയേഴ്സ് സോൺ ഇന്നിലുണ്ട്. അപ്പം ഇപ്പം UK ഒരു 10 പ്ലേയേഴ്സ് അല്ലെങ്കിൽ അതായത് TVയുടെ കൗണ്ടിനേക്കാൾ കൂടുതൽ ആൾക്കാർ സോണിൽ വന്നു കഴിഞ്ഞാൽ ഓരോ 5 സെക്കൻഡും 2 ഇൻഫ്ലുവൻസ് വെച്ച് TVയുടെ കുറയും. അതേപോലെ തന്നെ UK ആൾ കുറവും TV ആൾ കൂടുതലുമാണെങ്കിൽ ഒരു 5 സെക്കൻഡ് 2 ഇൻഫ്ലുവൻസ് വെച്ച് കൂടും. പക്ഷേ അത് മാക്സിമം 100 വരെ ആകത്തുള്ളൂ. ഇപ്പോൾ കറൻ്റ് ഇൻഫ്ലുവൻസ് 100 അതുകൊണ്ടാണ് വരാത്തത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വരേണ്ട ടൈം ആയിട്ടുണ്ട്. അല്ല, വരും. ഒരു 2 മിനിറ്റിൽ അടുത്തൊരു സോൺ ഷിഫ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും എങ്ങോട്ടാണ് എന്നുള്ളത്. ബോബി സമ്മതിക്കില്ല കേട്ടോ റിപ്പയർ ചെയ്യാൻ. ബോബി അവിടെ സമ്മതിക്കുന്നില്ല റിപ്പയർ ചെയ്യാൻ. UK ലൂപ്പിലാണെന്നോ? ഇസ് ബ്രോ ഇസ് ഓക്കെ ബ്രോ, ബ്രെയിനില്ലാതെ തീട്ടത്തില്ല. വൈ ഇൻഫ്ലുവൻസ്? റിക്കോറോ ഒരാളെ IP ആഡാക്കണം. ജോർജിയ യൂറോപ്പ് അല്ലേ? ലൈവ് ഒന്ന് പറയല്ലേ മനെ കേട്ടാ? എന്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ലൈവിൽ വന്ന് പറയല്ലേ. മെസ് ബോയ് ഇതിന്റെ മണ്ട കയറി വരുന്നൊക്കെ സ്പ്രേ ചെയ്യാം. ഓക്കെ, UK 3 പേരുള്ളൊരു വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി 3 പേര് ബാക്കിലോട്ട് മോബി ബാക്കിലോട്ട് ഇറങ്ങി നല്ലൊരു സ്പ്രേ വണ്ടിയുടെ ടയർ നശിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. UK പ്ലേയേഴ്സ് ഇവിടെ നിന്ന് ഇറങ്ങി പുഷ് ചെയ്യാൻ മോബിനെ അടിക്കാനൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. ലോകിൽ നിന്നും നല്ലൊരു സ്പ്രേ UK കിട്ടുന്നുണ്ട്. മോബി സ്നൈപ്പ്. നീലന്റെ വണ്ടി എവിടെ പോയി? നീലന്റെ വണ്ടി കാണുന്നില്ലല്ലോ എങ്ങും. ആ വണ്ടി എവിടെ? നീലക്കണ്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് കറന്റ്ലി ഇതുള്ളത്. ഓക്കെ, UK ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. UK നല്ലൊരു ഓക്കെ ഈ ഒരു ഏരിയ എടുത്തിട്ട് മോബി അവിടെ ഒരു സൈഡിൽ എടുത്തിട്ടുണ്ട്. ബ്രൂസിലി മിക്കവാറും വെള്ളത്തിൽ തെറിച്ച് ചാവാൻ ചാൻസ് ഉണ്ട്. ഇല്ല, സ്നൈപ്പ് ആ ഒരു ആംഗിൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്പ്രേ ഫ്രം സ്നൈപ്പ്. UK എടുത്ത് വണ്ടി എടുത്തിട്ടുണ്ട്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. TVക്ക് ഇപ്പോഴും സോണുണ്ട്. ഓക്കെ, പക്ഷെ സാവേജ് ക്രാഷ് ആയിട്ടുണ്ട്. കറന്റ്ലി TVക്ക് ഒരു പ്ലെയർ ഡൗൺ ആണ് അവർ കളിക്കുന്നത്. UK 12 പേര് സോണിൽ കണ്ടോ. 86% ഇൻഫ്ലുവൻസ് കുറഞ്ഞിട്ടുണ്ട്. TVക്ക് 9 പ്ലേയേഴ്സ് സോണിൽ കളിക്കുന്നുള്ളൂ. UK 12 പേര് സോണിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് കുറയുന്നത് UK നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവർ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. TV എന്ത് ചെയ്യും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഒരു അൺലക്കി ഫാക്ടർ വെച്ചിട്ട് സാവേജ് കത്തിപ്പോയിരിക്കുകയാണ്. ആ ഒരു ലക്ക് ഫാക്ടർ UKക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലയോ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. റോൾ വേണമെന്നോ? ഇതൊക്കെ ആരുടെ? അത് മറ്റേതല്ലേ? ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK വീണ്ടും സോൺ ഔട്ട് പോയി. അവർ ആ ഒരു ഇൻഫ്ലുവൻസ് കുറയുന്നത് തിരിച്ച് കൂട്ടിക്കൊടുക്കുന്നുണ്ട്. ഇവരാരും ഇൻഫ്ലുവൻസ് നോക്കിയല്ല കളിക്കുന്നതെന്ന് തോന്നുന്നു. ഈ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നൊരു സാധനം ടർഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മളത് യൂട്ടിലൈസ് ചെയ്യാത്ത പക്ഷം നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് തിരിച്ച് മറ്റേ ടീമിന് കൊടുക്കുന്ന പോലെയാണത്. ഇത് എങ്ങനെയാണ് ഇവരിത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. എങ്ങനെ ഇവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാം? തിരിച്ച് ഇൻഫ്ലുവൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് കയറാൻ പറ്റുമോ? കയറ്റാൻ പറ്റും. ക്രാഷ് അവർക്ക് കയറാം. ഹെൽപ്പ് ഇട്ടിട്ട് സോൺ ചോദിച്ചാൽ മതി. പക്ഷേ കറണ്ടോ വല്ലതും പോയതാണെങ്കിൽ വേറെ പ്ലേയേഴ്സിനെ സ്വാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ UK കറൻ്റ്ലി ആ ഒരു സോൺ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് പുതിയൊരു സോൺ വന്നിരിക്കുന്നത്. ഇതിൽ കറൻ്റ്ലി TVയുടെ പ്ലേയേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ബിൽഡിംഗ് എല്ലാം സോണില്ലാത്താണ് വന്നിരിക്കുന്നത്. സോ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാവാൻ തോന്നുന്നില്ല. പക്ഷേ എങ്ങനെ ഇവരിത് ക്യാപിറ്റലൈസ് ചെയ്യും, എങ്ങനെ ഇവരിത് UK ഇത് എടുക്കുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അവർ മിക്കവാറും റിപ്പയറിലോട്ടാണ് പോയത്. യെസ്, UKയുടെ വണ്ടികളെല്ലാം വീണ്ടും റിപ്പയറിലുണ്ട്. സോണ് ഇൻഫ്ലുവൻസ് വീണ്ടും 100 ആയിട്ടുണ്ട്. UK അവർക്ക് കിട്ടിയ ഒരു സോൺ അഡ്വാൻറ്റേജ് അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മേ ബി ഇപ്പോഴും സോണിൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ UKക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടിയാണ്. സോൺ ഇപ്പോൾ ഒന്നും കൂടെ ചെറുതായി ഷിഫ്റ്റ് ആയിട്ടുണ്ട്. സോ UK എന്ത് ചെയ്യും, ഏത് ആംഗിളിൽ നിന്നും എങ്ങനെ അവർ കയറും, എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കും. മോബിയുടെ വണ്ടിയുടെ നേരെയാണ് UKയുടെ ഒരു വണ്ടി വരുന്നത്. ആ ഒരു സ്പ്രേയിൽ തന്നെ ടയർ നശിപ്പിച്ചിട്ടുണ്ട്. റിപ്പയർ ചെയ്ത വണ്ടി വീട് ടയർ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ റിപ്പയർ ചെയ്യാൻ പോയി എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട് കളി. നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നതെന്ന്. ഓക്കെ, വീണ്ടും എല്ലാ ആംഗിളിൽ നിന്നും സ്പ്രേ കിട്ടുന്നുണ്ട്. അവർക്ക് ഫുള്ളി കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല UKക്ക്. കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ TV 10 പേര് സോണിനും UK 0 പേരാണ് സോണിൽ. ആ ഒരു സോൺ അഡ്വാൻറ്റേജ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സാവേജ് കറൻ്റ്ലി തിരിച്ച് കയറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവേജ് ഇനിയും തിരിച്ച് കണക്റ്റ് ആയിട്ടില്ല. സോ ആരും ഈ മാപ്പിലുള്ള കൗണ്ട് ശ്രദ്ധിക്കുന്നില്ലേ? എനിക്കതാ മനസ്സിലാവാത്തത്. മാപ്പിലുള്ള കൗണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ ഇന്നോവേഷൻസ് ആണ്, ഇന്നോവേഷൻസ്. കാരണം കത്തിപ്പോയോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. എല്ലാവരും ഈ പറയുന്ന കൗണ്ടൊക്കെ ശ്രദ്ധിച്ച് കളിക്കട്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സോണിലുള്ള ആൾക്കാരുടെ കൗണ്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ സോൺ മാറുന്ന സർക്കിൾ ഗ്രേ മാറ്റി റെഡ് ആക്കുവാണെങ്കിൽ കാണാൻ എളുപ്പമായിരുന്നു. അകത്തുള്ള അല്ലേ, ഗ്രേ അല്ലേ, അത് യെല്ലോ ആയിരുന്നു തോന്നുന്നു. കളർ മാറ്റാം, അതിൻ്റെ വൈറ്റ് ആക്കാൻ പറയാം. ഓക്കെ, ഒരു UK ഈ ഒരു ഇവിടുന്ന് ഒരു നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. മോബിയുടെ വണ്ടിക്കും അതേപോലെ ഏബൽ ജോസഫിന്റെ വണ്ടിക്കുമാണ് മിസ്റ്റർ ജോ ഫയർ ചെയ്യുന്നത്. ഓ, സ്നൈപ്പ്! ഈ ഒരു ആംഗിളിൽ സ്നൈപ്പ് കയറിയിട്ട് നല്ലൊരു കവർ ഫയറാണ് സ്നൈപ്പ് കൊടുക്കുന്നത്. നല്ലൊരു അഡ്വാൻറ്റേജസ് പൊസിഷനിലാണ് സ്നൈപ്പ് കയറിയിരിക്കുന്നത്. എങ്ങനെ കയറി ഇവൻ? ഇത് എങ്ങനെ കയറിയത് കൂടുതലുള്ളവർക്ക് പോലും അറിയുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനാണത്. താഴെ വീണാൽ തിരിച്ച് കയറാൻ പറ്റുന്ന സ്നൈപ്പിന് പോലും അറിയത്തില്ലെന്ന് തോന്നുന്നു. പാവം, അതൊക്കെ കയറായിരിക്കുമല്ലേ. അവിടെ കയറാമെങ്കിൽ അവൻ അതിൻ്റെ മേളിലും കയറാൻ പറ്റുമായിരിക്കും. സൂപ്പർ. ഓക്കെ, നല്ലൊരു സ്പ്രേ. അഗെയിൻ UKയുടെ പ്ലേയേഴ്സ് ആരും കമ്മിറ്റ് ചെയ്യാത്തൊരു പക്ഷം അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. UK തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ടു. ഓക്കെ, ഇവിടെ പ്ലേയേഴ്സ് ബൈ ഫൂട്ട് വരുന്നുണ്ട്. നീലൻ ആൻഡ് വില്ലു അവരെ സ്പോട്ട് ചെയ്തു. ഓക്കെ, നീലൻ ആൻഡ് വില്ലു അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നീല അതിൻ്റെ മേളിലോട്ട് കയറി. നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷൻ. UKയുടെ ആളെ പിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, സാധിക്കും തന്നെ പറയേണ്ടി വരുന്നു. നേരെ താഴെ ആൾക്കാരുണ്ട്. ഓക്കെ, നീലിനെ സ്പോട്ട് ചെയ്തു. വില്ലുവിന് നല്ലൊരു സ്പ്രേ കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, UK സെട്രോ തറയിൽ വീണു. സ്പോട്ട് ചെയ്തില്ലേ? ഓക്കെ, സെട്രോ ലോ റീഫ്രസ്കിന് അടിച്ചിട്ടുണ്ട്. തിരിച്ച് നല്ലൊരു സ്പ്രേ വില്ലുവിന്റെ വക. സോണോട്ടൊന്നും പോയി അടിക്കല്ലേ. നല്ലൊരു സ്പ്രേ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. UK സെട്രോ, മെസ്ബോയ് കൊക്കോ, UK മിസ്റ്റർ ജോ, സാവേജ് എടാ നറുട്ടോ. കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ടോ?
UK ഒരാൾക്കും സോൺ വേണമെന്ന്, സോൺ 4 രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അഗെയിൻ ഈ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് പൊസിഷനാണ് TVA. ഇപ്പൊ കറണ്ട് എല്ലാ ഹൈറ്റ് അഡ്വാൻറ്റേജിലാണ് നിൽക്കുന്നത്. അടുത്തൊരു സോൺ ഷിഫ്റ്റ് എങ്ങോട്ടായിരിക്കും എന്നൊരു വലിയൊരു ക്രൂഷ്യൽ മൊമെന്റ് ആണിത്. കാരണം ഈ ഒരു ഏരിയയിൽ ടാക്സ് ഈ ഒരു ഏരിയയിലോട്ട് വന്നത് UK നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടാം. അതേസമയം തിരിച്ച് TVക്കും അഡ്വാൻറ്റേജ് കിട്ടുമോ ഇല്ല നമ്മൾ കണ്ടറിഞ്ഞിരിക്കുന്നു. മോബിനെ സ്പ്രേ ചെയ്യാൻ മിസ്റ്റർ ജോ ശ്രമിക്കുന്നുണ്ട്. മെസ്ബോയ്ക്ക് നല്ലൊരു ടാഗ് കിട്ടി, മെസ്ബോയ് ഹീൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും നിശബ്ദത. ലാസ്റ്റ് ഒരു സോൺ ഷിഫ്റ്റ് ഇനി ഒരു 3 മിനിറ്റിനുള്ളിൽ നമുക്കറിയാൻ സാധിക്കും. യുക്കയുടെ വണ്ടി പിറ്റ് ചെയ്തിട്ട് വണ്ടിക്ക് നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ബട്ട് ആ വണ്ടിയുടെ പ്ലേയേഴ്സിന്റെ ഹെൽത്ത് നമുക്ക് കാണാൻ സാധിക്കും. നീലൻ അവിടെ വണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടയറില്ലാത്ത വണ്ടിയാണ്. ആ വണ്ടിയുടെ എല്ലാം ടയർ വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ബട്ട് ഒന്ന് എഴയുന്നേ. UK എല്ലാ ആംഗിളിൽ നിന്നും എൻട്രി അടിക്കാൻ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്ത് ചെയ്യും? സോൺ അടുത്തൊരു ഷിഫ്റ്റ് ഉടനെ തന്നെ വരും. കറണ്ട് സിനാരിയിൽ ഹൈറ്റ് അഡ്വാൻറ്റേജ് TVക്ക് നല്ല രീതിയിൽ തിരിച്ചവർ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം TVക്കാണ് സോൺ തുണച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. UKയുടെ വക എന്താണ് UK ചെയ്യാൻ പോകുന്നത്? UK തിരിച്ച് വീണ്ടും ആ ഒരു ബിൽഡിംഗ് കയറാനുള്ള ശ്രമത്തിലാണ്. UK നോവ ആൻഡ് ബ്രൂസ് ആ ഒരു ബിൽഡിങ്ങിലോട്ട് പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഏബൽ അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏബലിന് അവർ തിരിച്ച് സ്പ്രേ ചെയ്യുമോ? മോബി യുക്കെയുടെ വണ്ടി ഇവിടെ നേരത്തെ ഇവിടെ കുത്തിയവര്. അത് വലിയൊരു മണ്ടത്തരമാണെന്ന് തോന്നുന്നു. ആ ഒരു പ്ലേയേഴ്സിനെ അവർ ബലി കൊടുക്കാൻ തീരുമാനിച്ചതാണെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. TVയുടെ മന്ദാരം ഒക്കെ തറ ഇറങ്ങി സ്പ്രേ ചെയ്യുന്നുണ്ട്. മന്ദാരം പിക്കെടുത്തു. മന്ദാരത്തെ ഡ്രാക്സ് പിക്കെടുത്തു. നല്ലൊരു ട്രേഡ്. ഡ്രാക്സ് ഓപ്പണിലാണ്. UK ടോക്സിക് മെസ്ബോയ് ഗോക്കു ഡ്രാക്സിനെ പിക്കെടുത്തു. UK മോബിനെ പിക്കെടുത്തു. UK മെസ്ബോയിനെ പിക്കെടുത്തു. മേളിൽ നിന്ന് നല്ലൊരു ടാഗ് വരുന്നുണ്ട് UKക്ക്. UK SK ആ ഒരു ബിൽഡിംഗ് കയറുകയാണ്. കില്ലോ ജപ്പാനെ ബാക്കിൽ നിന്ന് പിക്കെടുക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കില്ലോ ജപ്പാന് കവർ ചെയ്യുന്നുണ്ട് മേളിൽ നിന്നും. യെസ്, ജുഗ്രു അവിടെ ഒരു നല്ലൊരു കവർ ഫയർ ത്രൂ കില്ലോ ജപ്പാനെ രക്ഷിച്ചിട്ടുണ്ട്. UKയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ അടിച്ച് ഏബിൾ ഡൗൺ ആയിരിക്കുകയാണ്. UK നോവ വേഴ്സസ് സ്നൈപ്പ് എല്ലായിടത്തും അടി നടന്നു. സ്റ്റീവ് അസ്രിയൽ UK സെക്ടറിനെ പിക്കെടുത്തു. എവിടെയൊക്കെയാണ് അടി നടക്കുന്നത്? UK വെൽവോ ജുഗ്രു വെൽവോനെ പിക്കെടുത്തിട്ടുണ്ട്. കിടിലം കളി. UK ഹീൽ ചെയ്ത് കളിക്കുന്നത്. UKയുടെ 5 പ്ലേയേഴ്സാണ് ബാക്കി. TVയുടെ ജുഗ്രു താഴോട്ട് വീണു. UK പ്ലേയേഴ്സ് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജുഗ്രുവിന്റെ നല്ലൊരു സ്പ്രേ. ജുഗ്രു ഡൗൺ. ജുഗ്രു തറേ വീണ് അവൻ എണീക്കത്. സ്റ്റീവ് ആസ്ട്രേൽ UK റിക്യൂവിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി കയറാൻ നോക്കിയ റിക്യൂ പിഗ് ഡൗൺ ആയിരിക്കുകയാണ്. സ്നൈപ്പ് വില്ലു ആ ഒരു സൈഡിൽ പുഷ് ചെയ്ത് വരുന്നുണ്ട്. രണ്ടുപേരും സ്നൈപ്പിനെ പിക്കെടുത്തിരിക്കുകയാണ് UK നോവ. വില്ലു അവിടെ നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. അവർ ഹൈറ്റ് അഡ്വാൻറ്റേജ് മൊത്തത്തിൽ TV വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ താഴോട്ട് ചാടിയിട്ട് അതൊരു ഭയങ്കര ഒരു മണ്ടത്തരമായി പോയത്. വില്ലുവിനെ അവർ 3 പേര് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലുവിന്റെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. വില്ലു ഡൗൺ ആയിരിക്കുകയാണ്. സ്റ്റീവ് അസ്രിയൽ UKയുടെ 4 പ്ലേയേഴ്സ്, TVയുടെ 6 പ്ലേയേഴ്സ്. UKക്ക് നല്ലൊരു ടാഗ് കിട്ടുന്നുണ്ട്. യുക്കെയുടെ എല്ലാ പ്ലേയേഴ്സിനും നല്ല ടാഗ് കിട്ടി. അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അഗ്രസീവ് പുഷ് ഫ്രം UK. നല്ലൊരു ഹൈറ്റ് അഡ്വാൻറ്റേജ് നമ്മുടെ TVയെ അവർക്ക് വിട്ടുകൊടുത്താണ് ഇത്ര കാഷ്വാലിറ്റീസ് വീഴ്ത്തിയിരിക്കുന്നത്. എനിവേസ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. UK നോവ കില്ലോ ജപ്പാൻ. സ്റ്റീവ് അസ്രിയൽ നീലകണ്ഠൻ റൈറ്റ് ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. UKയുടെ 4 പ്ലേയേഴ്സ് ഈ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യാണ്. ബാച്ചി അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ബാച്ചി അത് സ്പോട്ട് ചെയ്തിട്ടില്ല. കില്ലോ ജപ്പാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോവ അതിൻ്റെ മണ്ടയ്ക്കൂടെ കയറുമെന്ന് ഒരു ഡൗട്ടുണ്ട്. സ്റ്റീവ് അസ്രിയൽ ലോങ് ഫ്ലാങ്ക് ചെയ്യുന്നുണ്ട്. നോവ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറിയാൽ കില്ലോ ജപ്പാനെ അവർ പിക്ക് ഓഫ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
സ്റ്റീവിന്റെ വക ഒരു ഫ്ലാങ്ക്. സ്റ്റീവ് അത് സ്പോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റീവ് അവിടുന്ന് വേണമെങ്കിൽ സ്റ്റീവിന് കോൾ കൊടുക്കാം, ലോങ് സ്പ്രേ ചെയ്യാം. ഓക്കെ, അതിന്റെ മണ്ടയ്ക്ക് 2 പ്ലേയേഴ്സ് ഉണ്ട്, കിലോ ജപ്പാൻ ആൻഡ് വേറെ പ്ലെയർ. കിലോ ജപ്പാൻ മേലെ ടാഗ് കൊടുക്കുന്നു, സ്റ്റീവ് ടാഗ് കൊടുക്കുന്നുണ്ട്. മാർക്ക് ബാബോസ് അതിന്റെ മേളിൽ കയറി താഴോട്ട് ചാടിയിട്ടുണ്ട്. കിലോ ജപ്പാൻ ആൻഡ് ജൂഡ് നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്റ്റീവ് ബാക്ക് ചെയ്ത് പുഷ് ചെയ്ത് വരുന്നുണ്ട്. സ്റ്റീവിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് 4 പ്ലേയേഴ്സ് എടുക്കാനായിട്ടാണ് സ്റ്റീവ് പോകുന്നത്. കവർ സ്റ്റീവിന്റെ സൈഡിൽ നിന്നും ബാക്കിയുള്ള പ്ലേയേഴ്സിന് ടീമിന് ഒരു കവർ കൊടുക്കാൻ സാധിക്കുമോ? കവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഏരിയ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബട്ട് മിസ്റ്റർ ജോ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സാവേജ് ഈ ഒരു ആംഗിളോട്ട് കറങ്ങി വരുന്നുണ്ട്. സ്റ്റീവ് ആൻഡ് സാവേജ് റൈറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, സോൺ ഷിഫ്റ്റ് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്, പുതിയൊരു സോൺ ഷിഫ്റ്റ്. ഇവിടെ 2 പ്ലേയേഴ്സ് സാവേജ്, മാർക്ക് നോവാസ് ഡൗൺ, യു കെ ബാറ്റ്സ് ഡൗൺ. നോവ മാത്രമാണ് ഇവിടെ ഉള്ളത്. നോവ ഇപ്പോൾ സ്റ്റീവ് റിയൽ അഗൈൻ. യു കെ നോവ ഡൗൺ. യു കെയുടെ ലാസ്റ്റ് പ്ലെയർ, ഒരാൾ മാത്രം ബാക്കി. മിസ്റ്റർ ജോ മാത്രമാണ് ബാക്കി എലൈവ് ആയിട്ടുള്ളത്. യെസ്, നമ്മൾ കറന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കിൽ ഹിസ്. ഇതാണ് കറന്റ് ഉള്ള ഇത്. നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റേക്കോ. ഓക്കെ, മന്ദാരം ബീസിനെ പിക്ക് ചെയ്തു. യു കെ ഡ്രാക്സ് മന്ദാരത്തെ പിക്ക് ചെയ്തു. ബെസ്റ്റ് ബോയ് ഡ്രാക്സിനെ പിക്ക് ചെയ്തു. യു കെ ബാച്ചി മോബിനെ പിക്ക് ചെയ്തു. റിക് ബെസ്റ്റ് ബോയിനെ പിക്ക് ചെയ്തു. ജുഗ്രു. ഓക്കെ, യു കെ മിസ്റ്റർ ജോ ഡൗൺ. സാവേജ് ആണ് മിസ്റ്റർ ജോനെ പിക്ക് ചെയ്തിരിക്കുന്നത്. ഡൈനാമിക്സ് ഒന്ന് നിർത്തിക്കോട്ടെ. ഈ സ്പേ വേറെ ആരും ഇല്ലല്ലോ. നോക്കട്ടെ. ഓക്കെ, എന്തായാലും മാച്ച് തീർന്നിരിക്കുകയാണ്. ടിവിയുടെ 5 പേരിലാണ് എലൈവായിട്ടുള്ളത്. യു കെക്ക് ടിവിയുടെ 7 പേരെ പിക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു കെ ബാച്ചി മോബിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. റിക്വിക് മെസ്ബോയിനെ പിക്ക് ചെയ്തു. അതുപോലെ ജുഗ്രു എസ്കെനെ പിക്ക് ചെയ്തു. യു കെ സെട്രോ ഏബിൾ ജോസഫിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്താ മൈക്ക് ഓഫ് സ്റ്റോപ്പ് ഓഡിയോ അല്ലേ? മൈക്ക് ഓഫ് ചെയ്യണോ? പറഞ്ഞെന്ത് പറ്റി? അല്ല, ലൊക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പറ